ബാനർജി, ഞാൻ വരുന്നു സാർ. സാർ, ആരാ ഈ ഫോട്ടോ ഇവിടെ തൂക്കിയത്? അറിയില്ല സാർ, എനിക്കറിയില്ല. പറയാൻ ഈ ഫോട്ടോ ഇവിടെ തൂക്കിയത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാനാ. എന്തിനാ തൂക്കിയേ? അങ്കിളിന് അവനോടുള്ള ദേഷ്യം പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാ തൂക്കിയത്. എങ്ങനെ പോവും? ഈ ആയുസിൽ അവനോടുള്ള ദേഷ്യം പോവില്ല. അവനൊരു കൊലയാളിയാണെന്ന് അറിയില്ല നിനക്ക്. ഒരിക്കലും അവനോട് ക്ഷമിക്കില്ലേ? എന്ന് വെച്ചാൽ ഒരുപക്ഷെ മാധവൻ പെട്ടെന്ന് കയറി വന്ന കൊന്നുകളയും. എന്റെ കൈ കൊണ്ട് അവനെ വെടിവെച്ച് കൊന്നുകളയും. എന്താ ഈ വീട്ടിൽ കൊലയ്ക്ക് ഇത്ര പ്രിയം? എടാ, എന്തു ചെയ്യാ അവിടെ? കുപ്പിച്ചില് പെറുക്കിയെടുക്കുക. കുട്ടികളുടെ കാലിൽ കൊണ്ടുകയറി ആർക്കൊരാപത്തും വരരുത്. അതെടുത്ത് വേസ്റ്റ് കളയാന്ന്. കറക്റ്റ്. കുപ്പിച്ചില് വേസ്റ്റിലിട്ടിട്ട് ഈ ഫോട്ടോ കത്തിച്ചുകളാ. എന്തിനാടെ അങ്ങനെ ചെയ്തേ? അവനെ അമ്മമ്മ മാധവൻ ആദ്യമായി ഇവനെ കണ്ടപ്പോഴേ എവിടെയോ കണ്ടതുപോലെ തോന്നി. അതെ അതെ, എനിക്ക് പോലും അന്ന് സംശയം തോന്നി. നിങ്ങൾക്ക് എന്നെ വളരെ നന്നായിട്ട് അറിയാമല്ലോ. സാർ ദേഷ്യപ്പെടില്ലേ സാർ? ആദവൻ എന്നെ എന്നും വിളിക്കാറുണ്ട്. ആ ജഡ്ജിക്ക് ആയുസുള്ളത് കൊണ്ട് മിസ്സായിട്ടായിരിക്കും. പക്ഷെ നിനക്ക് അല്പായുസായി പോകും. കുഴപ്പമില്ലല്ലോ സാർ. ആദവനെ പറ്റി സാറിന് അറിയില്ല. അവൻ ഏറ്റെടുത്ത ടാർഗറ്റ് തീർക്കാതെ പിന്മാറില്ല. ഇല്ലില്ല. എന്ന് തീർക്കും. അവൻ ചോദിച്ചത് 10 ദിവസം, അത് ഇതുവരെ തീർന്നില്ലല്ലോ. തീർന്നില്ലല്ലോ. പക്ഷെ ആ ജഡ്ജ് എൻക്വയറി തീർത്തു. ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ഞാൻ അകത്താകും. ഇഡിയറ്റ്. സാർ, ആദവൻ എവിടെയും എപ്പോഴും തന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അത് കാരണമാ ഓരോ ഇടത്തും ഓരോ ഗെറ്റപ്പിൽ പോയി നാടകം കളിച്ച് ആരും അറിയാതെ കാര്യം നടത്തും. എന്നെ വിശ്വസിക്ക്, 2 ദിവസം കൊണ്ട് അവൻ ലക്ഷ്യം കണ്ടിരിക്കും. എത്തിയില്ലെങ്കിൽ, അവൻ ചെയ്തില്ലെങ്കിൽ ആ ജഡ്ജിനെ ഞാൻ കൊന്നിരിക്കും. ഇല്ലെങ്കിൽ only 2 days. മോനെ, എല്ലാം കഴിക്കണം കേട്ടോ. ഡാലിയ, കഴിച്ചെന്ന് മതി, നിർത്ത്. വയറുവേദന എടുക്കും. ഏയ്, എന്താ അമ്മേ? അമ്മേ, എന്തിനാ എന്നെ അടിച്ചപ്പോ? അവനെ അളിയാന്ന് വിളിച്ചതിന്. അമ്മേ, പെങ്ങളെ കെട്ടാൻ പോകുന്നവരെ ഞങ്ങളുടെ നാട്ടിൽ അളിയാന്നാ വിളിക്കുന്നേ. അവനെന്തിനാ നിന്റെ പെങ്ങളെ കെട്ടുന്നത്? പിന്നെ ആരെ? അതാ എന്റെ കൊച്ചുമോളെ കെട്ടാൻ പോകുന്നു. അപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കോ അല്ലേ അമ്മേ? എന്തൊക്കെയായാലും എന്റെ മച്ചാനെ അടിക്കരുതായിരുന്നു. ഇതെന്തിനാ? മച്ചാൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ലായിരുന്നല്ലോ. ബാനർജി, അപ്പോഴൊന്നും അവനെ കൂട്ടിക്കൊണ്ടുവരാതെ കൽക്കട്ടയിലേക്ക് ഉണ്ടെന്നല്ലോ, അതെന്താ? മച്ചാനാ പറഞ്ഞത്. എന്തെന്ന്? നിന്റെ അച്ഛന്റെ ദേഷ്യം കുറച്ചെങ്കിലും കുറഞ്ഞാലേ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? ഇൻഫാക്ട് എന്നെ ഈ കുടുംബമായിട്ട് ചേർത്ത് വെക്കാൻ സ്വന്തമായിട്ട് താഴ്ന്നുകൊണ്ട് ഒരു വേലക്കാരനെ ഇവിടെ നിന്ന് ചേർന്നതാ. ഇത്ര വർഷമായിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്ന് മനസ്സ് വിഷമിപ്പിച്ച് മച്ച ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ? നിങ്ങളൊരു കരുതയാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങനൊരു ബുദ്ധിശാലിയാണെന്ന് വിചാരിച്ചതേയില്ല. ഒരുപാട് നന്ദിയുണ്ട്. അത് ശരി അങ്കിൾ, ഇന്ന് മാത്രം അങ്കിളുടെ മലയാളം വേറെ മാതിരിയുണ്ട്. അതെന്താ? നിങ്ങളുടെ പ്രായത്തിൽ പഠിച്ച മലയാളം ഇങ്ങനെയാ. മറ്റേ ചടക്കി മച്ചാനെ നാട്ടിൽ നിന്ന് പിടിച്ച മലയാളം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ആയിപ്പോയി. വെരി ഗുഡ്. പോകല്ലേ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനാണ് മാധവനെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ആ എളിയമാനും എന്റെ മോനും മനസ്സിലായാൽ കൊല്ലും ഞങ്ങളെ. കറക്റ്റ്. ആരെയാ? നിന്നേടാ. നിന്നെ എല്ലാവരും ബുദ്ധിശാലിന്ന് അറിയാതെ തെറ്റിദ്ധരിച്ചു. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. എന്താ? ശരി സാർ. എച്ചിൽ പ്ലേറ്റ് എല്ലാം വേഗം എടുത്ത് കഴിക്കും. ഇതിപ്പോ തന്നെ എടുത്തോളാം. എന്തൊരാജ്ഞയാ. സാർ, ഇവിടെ എല്ലാവർക്കും അവനോട് വളരെ സ്നേഹമാണ്. ആദവൻ ജഡ്ജിയുടെ മോനാണെന്ന് പറയുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല സാർ. ഇനിയും 2 ദിവസം സമയമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കൊല്ലേണ്ടി വരും. ജഡ്ജിനെ മാത്രമല്ല, ആദവനെയും കൂടി. ഓക്കെ സാർ. അവൻ ഇനി മുതൽ ഈ വീട്ടിൽ ഒരു ഇൻസ്ട്രുമെന്റ് പോലും വായിക്കാൻ പാടില്ല. ഒരു ഐഡിയ പറ. ഐഡിയ ഉണ്ട്. ഹലോ മിസ്റ്റർ ഇളയമാൻ,
ഗിറ്റാറിൽ ബോംബ് വെച്ച് ജഡ്ജിനെ കൊല്ലാൻ ട്രൈ ചെയ്തത് ഞാനാ. സോറി, അനാവശ്യമായി നിങ്ങളെ സംശയിച്ചു. സത്യം പറയ്. സ്വന്തം കുടുംബം തന്നെ വിശ്വസിക്കാതെ ഇത് സന്തോഷിക്കുന്നല്ലോ. ഞാനിതിന് കൊടുക്കണം. ഐ ആം വെരി ക്ലവർ. ഗുഡ്. പക്ഷെ മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കാരണം ആ പിയാനോയിൽ മാത്രം കൈവെക്കരുത്. എന്താ കാരണം ഇത്തവണ ബോംബ് ജഡ്ജിന്റെ വീട്ടിലെ പിയാനോയിലാ വെച്ചിരിക്കുന്നത്. വാട്ട്? അതെ, ആ പിയാനോ വായിക്കുന്നത് നിർത്തിയാൽ അത് വായിക്കുന്നവൻ അടുത്ത സെക്കൻഡിൽ പൊട്ടി പീസായി ചെതറി പോവും. വായിച്ചോണ്ടിരുന്ന പൊട്ടില്ല, പക്ഷെ എത്ര നേരം വായിച്ചോണ്ടിരിക്കും. അത് ശരിയാ. ഈ സത്യം പുറത്തറിഞ്ഞാൽ അടുത്ത ദിവസം നീ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ തന്നെ പിയാനോ വായിക്കാൻ തുടങ്ങിപ്പോയി. അപ്പൊ നിന്റെ അന്ത്യം നിന്റെ കയ്യിൽ തന്നെ. നിർത്തടാ, എന്റെ തല പൊട്ടുന്നത് പോലെയുണ്ട്. നിർത്തിയാൽ ഞാൻ തന്നെ പൊട്ടുമല്ലോ. ഇപ്പോഴും പൊട്ടുന്ന പോലെയുണ്ട്. ആ പൊട്ടലല്ല, ഞാൻ കൈയെടുത്തു വെച്ചോ. വേണ്ട, ഞാൻ പറഞ്ഞ ചത്തു. എനിക്ക് വെറും മ്യൂസിക് ഇഷ്ടമല്ല. അറ്റ്ലീസ്റ്റ് പാട്ടും ആട്ടവും വേണം. ആഹാ, പാട്ടും ഉണ്ടല്ലോ അമ്മേ. ഒരു നല്ല സ്റ്റേജ് ഷോ കാണണം. ഇപ്പൊ കണ്ട സൂപ്പർ. ഓക്കേ, രാജാറാണിയൊക്കെ എവിടെ? അയ്യോ, എനിക്ക് ഐഡിയ മാത്രം അറിയില്ല, അഭിനയിക്കാനൊന്നും അറിയില്ല. എന്നെ വിട്. ഛെ. അമ്മയ്ക്ക് എന്തിനാ മേക്കപ്പ്? ചുമ്മാ ഇരുന്ന് ഷോ അല്ല കാണാൻ പോകുന്നേ. ഷോ കണ്ടാലും ഷോയിൽ കാണണവിടാ. അതെ അമ്മേ, ആ ലിപ്സ്റ്റിക് നസീറിന്റെ കാലത്ത് വാങ്ങിയതാണോ? അതെ. അവരും പോയി കഴിഞ്ഞു. ഇനിയും അതുകൊണ്ടാണോ മുഖത്ത് ചായത്? ഏയ്, എന്താ പറഞ്ഞേ? ഇല്ലമ്മേ, ഷോ നടക്കുമ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമായിരുന്നു. എന്തെങ്കിലും ചെയ്യടാ മടസാമ്പ്രാണി. സാമ്പ്രാണി. സ്റ്റേജ് റെഡിയാണ്. അയ്യോ, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. എല്ലാം സ്വപ്നമായിരുന്നോ? ഛേ, മണ്ടൻ. ഇനി ഈ വീട്ടിൽ ഒന്നും വായിക്കാൻ പാടില്ല. ഇപ്പൊ നീ എന്നെ ചെയ്തോണ്ടിരിക്കുക? ഇതാണോ? ഏയ്, എന്താ പുച്ഛത്തോട് നോക്കിട്ട് പോന്നേ? എടാ, ഇനി മുതൽ തോക്ക പോകുമ്പോ ഇതൊന്നും പേടിപ്പെടുത്തുന്നില്ല. നീ ഒരിക്കലും ജഡ്ജിയെ വെടിവെച്ച് കൊല്ലുകയില്ല. ആവശ്യമില്ല പേടിച്ച് ഞാനെന്തിനു ചാവണം? ബോറടിച്ച് പോയടാ, പോടാ. മച്ചാ, നീ നോക്കിയിരുന്നു. ഇനിയും ഒരു ദിവസത്തിനുള്ളിൽ ആ ജഡ്ജിനെ കൊന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ നീ കൊല്ലുമെന്ന് ഉറപ്പല്ലേ? എന്താ പാല് പിടിക്കാം. അയാൾ ആ റൂമിലുണ്ട്. പോയി നെറ്റിക്കിട്ടൊരു വെടി വെച്ചിട്ട് പാല് വായിലൊഴിച്ചേച്ചു വാ. എല്ലാവരും വന്നതിന് ശേഷം ഞാൻ വരാം. എന്താ എന്നും അവൻ വരട്ടി ഞാൻ പേടിക്കും. ഇന്ന് ഞാൻ വരട്ടിയപ്പോ അവൻ പേടിച്ച് തലകുനിച്ച് പോയല്ലോ. അപ്പൊ ഇന്ന് മുതൽ അവനെ എങ്ങനെ ഇല്ല, ഇവൻ പേടിച്ചിട്ടില്ല. ഇവന്റെ അറസ്റ്റാ. നമ്മുടെ ഊഹം തെറ്റിപ്പോയി. അവരുടെ മേത്തി വീഴരുത്. അവരെ ചുറ്റി തന്നെ കളിക്കണം. ഓക്കെ? ഇത് എന്ത് ഗെയിമാണ്? ഇത് ഇന്റലിജന്റ് ഗെയിമാണ്. നിറയെ സമ്മാനമുണ്ട്. ഞാൻ പോയെടുത്തിട്ട് വരാം. ഷാരയുടെ ലൈറ്റ് ഓഫ് ആവുന്നു, അവരൗട്ട്. ഓക്കെ? ഷൂട്ട്. എന്താ ഇവിടെ എല്ലാരും ഈ സമയത്തോ? പോയി കിടന്നുറങ്ങ. ആ ചെല്ലേ. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇത് നിന്റെ ജോലിയല്ല, മര്യാദയ്ക്ക് വെളിയിൽ പോ. നിന്നെ കൊണ്ട് പറ്റിയല്ലോ, അപ്പൊ ഞാൻ കൊല്ലാം. എങ്ങനെ നോക്ക്. വേണ്ടത് പറഞ്ഞല്ലേ? നിന്നെ ഞാൻ
എന്താടാ ഇനി ഒരു തവണ കൂടെ ജഡ്ജിനെ കൊല്ലാൻ ആളെ അയച്ചവനെ ഞാൻ മുകളിലേക്ക് അയക്കും. അയാളെ നീയോ കൊല്ലില്ല, ഞങ്ങളെയും കൊല്ലാൻ സമ്മതിക്കില്ലേ? എന്താ കോടിക്കണക്കിന് പണം വാങ്ങിയത് മറന്നുപോയോ? ഞാൻ വാങ്ങിയിട്ടില്ല. ഓ, ഇപ്പൊ അങ്ങനെയാണോ? ശരി, നീ വാങ്ങിയില്ലല്ലോ, അപ്പൊ വിട്ടേക്ക്, ഞങ്ങൾ കൊല്ലാൻ സമ്മതിക്കില്ല. ഡേയ്, നീ ആരോട് സംസാരിക്കുന്നേ? അപ്പനാണ് എന്ന് മറന്നുപോയോ? അത് ഓർത്തോണ്ടാ നീ ജീവനോട്. ഏയ്, അവനോട് പോയി അപ്പന്റെ സ്നേഹത്തെ പറ്റി സംസാരിക്കുന്നോ? അച്ഛനെ കൊന്നവരല്ല ഇവൻ അങ്ങനെ സംസാരിക്കൂ. ഇല്ല, സ്വന്തം അച്ഛനെ ആരും കൊല്ലാതിരിക്കാനാ ഇപ്പോഴും സംസാരിക്കുന്നത്. ഓ, അവനാണോ നിന്റെ അച്ഛൻ? വെരി ഗുഡ്. ഇപ്പൊ പറയുന്നു, അവസാനമായി പറയുന്നു, മര്യാദക്ക് പൊയ്ക്കോ. അത് തന്നെയാ ഞാൻ നിങ്ങളോടും പറയുന്നത്. ഈ പണി വിട്ട് മര്യാദയ്ക്ക് ഒതുങ്ങിക്കോ, അതാ എല്ലാവർക്കും നല്ലത്. അഡ്വൈസ് മാറിപ്പോയില്ല നീ. നമ്മളെല്ലാം മാറിയ അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവില്ല. അതാണ് ഈ ജോലിയുടെ സ്പെഷ്യാലിറ്റി. നിങ്ങളെക്കാൾ ഈ ജോലി എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്റെ അപ്പനോട് ഇതെല്ലാം നിർത്താൻ പറയുന്നു. എന്താ നോക്കിക്കുന്ന? കൊല്ലടാ അവനെ. കൊല്ലടാ, എന്നെ കൊല്ല്. നിന്നെ വളർത്തിയതിന് ശിക്ഷ വേണ്ടേ? ആദ്യം എന്നെ കൊല്ലടാ. എന്താ, സ്വന്തമാണോ അല്ലയോ എന്ന് ആലോചിക്കണോ? ഇല്ല, നല്ലവനാണോ അല്ലയോ എന്ന് ആലോചിക്കോ. ഓ, നിന്റെ അച്ഛൻ നല്ലവനാ. നീ നല്ലവനാ, പക്ഷെ ഞാൻ കെട്ടവനാ, വളരെ കെട്ടവൻ. മനസ്സിൽ വെച്ചോ. നിക്കടാ, ഇപ്പൊ പറയുവാ. ആ ജഡ്ജിയെ മാത്രമല്ല, നിന്നെയും ചേർത്ത് 2 ദിവസത്തിനുള്ളിൽ കൊന്നില്ലെങ്കിൽ ഞാൻ ഇബ്രാഹിം റാവുത്തർ അല്ലടാ. എന്താ, പേര് മാറ്റാൻ പോവാണോ? നിങ്ങൾക്കത് ഈസിയാ. 1 2 3. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നോട് പിണങ്ങല്ലേ മോളെ, ഞാൻ എത്ര പറഞ്ഞിട്ട് അവര് കേട്ടില്ല. നമ്മളെല്ലാം ഒന്നിച്ചാഘോഷിക്കാൻ വന്നതാ. പഴയതൊക്കെ ആലോചിച്ചിരുന്ന എങ്ങനെയാ? പിറന്നാളിന് നിന്റെ അമ്മ പോയെന്ന് കരുതി ഇനി എത്ര വർഷം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും? ശരി ആന്റി, ആന്റി വിഷമിച്ച് ഞങ്ങൾ എങ്ങനെ ഹാപ്പിയാവും? പ്ലീസ് ആന്റി, വന്ന് കേക്ക് കട്ട് ചെയ്യാ ആന്റി. ഡേയ്, ബൂസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേൽക്ക്. ഇത് തന്നെ സ്ഥിരം പരിപാടി. മാധവ, ആരെങ്കിലും മാധവനെ കണ്ടോ? ഡെയിലി പറയുന്നേ അല്ലേ, ഞങ്ങൾക്കറിയില്ല. പോടി വായടി. പോച്ചാ, എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. മാധവ, എവിടെ പോയി അവൻ? മാധവനെ എന്തിനാടി നോക്കുന്നേ? നിന്റെ മോള് കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കേ. അത് പുള്ളി നോക്കാമേ. പതുക്കെ പതുക്കെ. മാധവ, വട മുഴുവൻ തീർക്കല്ലേ, മാധവന് വട ഇഷ്ടമല്ലേ? മാധവ് നേരത്തെ കഴിച്ചല്ലോ. കഴിച്ചെന്നോ? എപ്പോ? കാലത്ത് തന്നെ കഴിച്ചിട്ട് പോയല്ലോ. എവിടെ? ഏതോ മുഖ്യമായ സബ്ജക്ട് എന്ന് പറഞ്ഞാ പോയത്. മുഖ്യമായ സബ്ജക്റ്റോ? ആദ്യത്തെ ഗോലിയോ രണ്ടാമത്തെ ഗോലിയോ? ആദ്യത്തെ ഗോലി. ഓടിക്കോ, അവന്റെ അച്ഛൻ വരുന്നുണ്ട്. ചേരിയിൽ പോയി ഗോള് കളിക്കാൻ മാത്രം നീ വളർന്നോടാ. അതും കാശ് വെച്ച്. നിനക്കറിയില്ല അവൻ എന്താ ചെയ്തെന്ന്. ചേരിയിൽ പോയി ഗോലി. ഞാൻ അവനയച്ചത്. വാട്ട്? എന്ത് വാട്ട്? എന്താ തെറ്റെന്ന് പറ. അകത്ത് അടച്ചുപൂട്ടിയിരുന്ന ലോകം അറിയില്ലെന്ന് പറഞ്ഞ് ഞാനാണ് അവനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുവിടുന്നത്. ഗോലി കളിച്ചാൽ എന്താ തെറ്റ്? ഇന്ന് ഗോലി കളിക്കുന്നവനായിരിക്കും നാളെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടുന്നത്. എന്താണോ? അയ്യോ, കാണിക്കേ. എന്തൊരടിയാ ചടയെ അടിച്ചേക്കുന്നേ? നിങ്ങൾ മനുഷ്യനോ അതോ മൃഗോ?
നിങ്ങളാണ് ഒരു മജിസ്ട്രേറ്റ്. നിങ്ങൾ ഡെയിലി ക്രിമിനൽസിനെ കാണുന്നില്ലേ? അതുകൊണ്ടാണ് നിങ്ങളുടെ മോനെ സ്വന്തം കണ്ണിൽ ക്രിമിനൽ ആയിട്ട് തോന്നുന്നത്. ഇവരുടെ മുമ്പിൽ നിൽക്കണ്ടവാ. കുട്ടികളുടെ മനസ്സറിയാതെ ഇങ്ങനെ വളർത്തിയിട്ട് എന്തിനാ? ചേട്ടാ, നിങ്ങൾ വലിയ മജിസ്ട്രേറ്റ് ആയിരിക്കും, പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. പിറന്നു വീഴുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും നല്ലവരാ. വളരുമ്പോ അവർ നല്ലവരാകുന്നതും കെട്ടവരാകുന്നതും നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും. മനസ്സിലായോ? ജീവിതത്തിൽ എപ്പോഴും കോർട്ട് കേസ് എന്ന് പറഞ്ഞ് കരയുന്നല്ലോ. മാസത്തെ 2 ദിവസം ഇവനെ പറ്റി ഓർത്ത് കരഞ്ഞു നോക്ക്. ഇവന് മാറും, നിങ്ങൾ മാറും. വടാ പോവാ. കരയില്ലേടാ കരയില്ലേടാ. എടാ കരയില്ലേ? എടാ പറയുന്ന കേക്കടാ. കരയില്ലേ കരയില്ലേ പറയുന്ന കേക്ക്. ഡേയ് മഹാ, എന്തിനാടാ കരയുന്നേ? അവൻ നാളെ മുതൽ സ്കൂളിൽ വരില്ലടാ. ഇവന്റെ അച്ഛനെ ബോംബേജ് കേസിൽ അറസ്റ്റ് ചെയ്തില്ലേ? അതിന് നാളെയാടാ വിധി. ഉറപ്പായിട്ട് തൂക്ക് കയറോ ജീവപര്യന്തോ കിട്ടുവടാ. അതുകൊണ്ട് ഇവന്റെ അമ്മ ഇവനെയും കൊണ്ട് നാളെ തന്നെ നാട് വിട്ട് പോവാൻ പോവാ. ഞങ്ങളെയൊക്കെ മിസ് ചെയ്യുമെന്നോർത്ത് കരയുവാണോടാ? എന്റെ അച്ഛൻ എത്ര നല്ല ആളാന്നറിയാമോ? അച്ഛനില്ലെങ്കിൽ എങ്ങനെയാടാ? എന്നോട് എന്ത് സ്നേഹാന്നറിയാവോ? നിന്റെ അച്ഛൻ സത്യമായിട്ട് നല്ലവനാണോ? അതേടാ. കരയില്ലടാ. എനിക്കാണെങ്കിൽ അമ്മയില്ല. നിന്റെ അമ്മയെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ. നിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ. അമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം? എനിക്ക് 6 വയസ്സേ ഉള്ളൂ. എന്റെ ഭക്ഷണം ഞാൻ തന്നെ കഴിക്കണം. ആ 10 വയസ്സുള്ള മുതുക്കന് അമ്മ വാരി കൊടുക്കണം. എന്ത് ചെയ്യും? വാരി കൊടുത്താലേ അവൻ കഴിക്കൂ. ശീലമായി പോയി. അപ്പൊ എന്റെ അമ്മയാണോ അവന്റെ അമ്മയാണോ? 2 പേരുടെയാ. നോക്കമ്മേ, നിനക്ക് അമ്മയുണ്ട്, അവൻ അമ്മയില്ലല്ലോ. പാവം, അവന്റെ അച്ഛന് ഒട്ടും സ്നേഹമില്ല. അതാ ഡെയിലി ഇത് തന്നെ പറയുന്നത്. കഴിക്കും. ഇറ്റ്സ് ഓക്കെ. എന്തായത്? അയ്യോ, സമയം 7:30. ആർക്കും സ്കൂളിൽ പോണ്ടേ? വേഗം കഴിക്കേ. എന്താണത്? സാമ്പാറിൽ ഇത്രയും ഉപ്പ് എന്താ വച്ചുണ്ടാക്കിയിരിക്കുന്ന വിവരം കെട്ടവനെ? കറക്റ്റ് ആയിട്ടാണല്ലോ ഇട്ടത്. എല്ലാരും കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കള്ളം പറയുവാന്നോ? എന്താ? അതെ, കഴിച്ചു നോക്കിട്ടാ പറഞ്ഞേ. ചേട്ടന്റെ സാമ്പാറിൽ ഉപ്പ് ചേർത്തത് ഞാനാ. പക്ഷെ ശിക്ഷ ഇപ്പൊ അവന്. എന്ത് ജഡ്ജാണോ? എന്താ വേണ്ടത് നിനക്ക്? ഞാൻ പറയാം. ആരോ വെച്ച ബോംബിൽ വേറെ ആരോ ചത്തു. അതിനുവേണ്ടി പടക്കം മറന്നു വെച്ചവനെ പിടിച്ച് അവന് ശിക്ഷ കൊടുക്കുന്നതിൽ എന്താ ന്യായം? ആരെ പറ്റിയാ പറയുന്ന നീ? ചിപ്പായി. വിധി പറയാൻ പോണില്ലേ? അയാളുടെ മോൻ ഇവന്റെ ക്ലാസ്മേറ്റ് ആണ്. അവൻ കരയുന്നത് ഇവന് സഹിക്കുന്നില്ല. പാവം. ആ സ്കൂളിൽ കളക്ടറുടെ മോൻ പഠിക്കുന്നു, വക്കീലിന്റെ മകൻ പഠിക്കുന്നു, പോലീസുകാരന്റെ മകനും പഠിക്കുന്നു. പക്ഷെ ബോംബ് വെച്ച ശിവായുടെ മോനാണ് നിന്റെ ഫ്രണ്ട്. നിർത്തടാ, അവൻ അമ്മയില്ലാത്ത കുട്ടിയെ അടിക്കില്ലേ? ഇനി നിനക്ക് 10 വയസ്സ് പോലും ആയിട്ടില്ല. പക്ഷെ ഇത്ര വർഷമായിട്ട് വിചാരണ നടത്തിയിരുന്ന എനിക്ക് വിധി എങ്ങനെ എഴുതണമെന്ന് നീ പറഞ്ഞിരുന്നോ? ആട്ടെ, ഇത്തവണ എത്രാമത്തെ റാങ്ക? അവനോടോ ചോദിച്ചേ? എത്രാമത്തെ റാങ്കടാ? ആ, അപ്പൊ നിന്നെക്കാളും ബുദ്ധിശാലികളെ 4 പേരുണ്ടല്ലോ നിന്റെ ക്ലാസ്സില്. അവരുടെ കൂട്ട് മാത്രം കൂട്, ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടി ഞാൻ. എടാ, എന്ത് കാണാൻ നിൽക്കുവാ? പോടുന്ന്. അനു ചോദിച്ചാ ഞാൻ കോടതി പോയിന്ന് പറ. ശരി സാർ. ഫോൺ ഞാൻ എടുക്കാം സാർ. ഞാൻ എടുത്തോളാം. ഹലോ, മജിസ്ട്രേറ്റ് സുകുമാരൻ ഹിയർ. അച്ഛാ, എന്നെ രക്ഷിക്കാ അച്ഛാ. എന്നെ തട്ടിക്കൊണ്ടു വന്നച്ചാ. എന്താടാ പറയുന്നേ? സ്കൂളിൽ പോയില്ല നീ? ഞാൻ ഓട്ടോ ഇറങ്ങി സ്കൂളിലേക്ക് വരുമ്പോ അടിക്കില്ല സർ, വേദന എടുക്കുന്നു സർ. സർ വേണ്ട സർ. ഞാൻ പോലീസിനോടല്ല സംസാരിക്കുന്നത്, എന്റെ അച്ഛനോടാ. വേണ്ട സർ, വേദനിക്കുന്നു. എന്താ പറയുന്ന നീ? ഏയ് ജഡ്ജേ. ഏയ്, ആരാ നീ? ഹോയോ? നിനക്ക് നിന്റെ മോനോട് ഒട്ടും സ്നേഹമില്ലേ? അങ്ങനൊന്നും പറയല്ലേ. അവൻ എന്റെ ഒരേ ഒരു മോനാ. അവനെ ഒന്നും ചെയ്യല്ലേ. നിനക്ക് നിന്റെ മോനെ ജീവനോടെ വേണമെങ്കിൽ ആ ചിപ്പായുടെ വിധി മാറ്റി എഴുതും. അവനെ വിട്ടയച്ചാലേ നിന്റെ മോനെ വിട്ടയക്കും. എന്താ, മനസ്സിലായോ? ഉറപ്പായിട്ടും ചെയ്യാ സാർ. എന്റെ മോൻ എനിക്ക് വലുത്. ഏയ്, നീ കളിക്കേടാ. ഇപ്പൊ തന്നെ നീ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. ഇനി നിനക്ക് സിനിമയിൽ പോകാം. അതൊക്കെ പിന്നെ ആലോചിക്കാം. അയ്യോ, പോലീസ് ഓടിക്കോ. ഏയ്, അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ സ്വന്തം ജോലി ചെയ്യടാ. വേഗം വേഗം. മാധവ, നിന്നെ കാണാൻ നിന്റെ ആന്റി വന്നിരിക്കുന്നു. ഇത് നോക്ക് മാഡം, 24 മണിക്കൂറാണ് പരോൾ ടൈം. ഈ പോലീസുകാരൻ നിങ്ങളുടെ കൂടെ വരും. മര്യാദയ്ക്ക് പോയി മര്യാദയ്ക്ക് വരണം. ഓക്കെ? ഓക്കെ. ഇത് പാക്ക് ചെയ്തോ? ഇതിന് 25 രൂപയാ. തരാം, പാക്ക് ചെയ്തോ. വഴിയിൽ എന്റെ ഫ്രണ്ട് മഹായുടെ വീട്ടിൽ പോയിട്ട് പോകാം ആന്റി, പ്ലീസ്. ശരി, വാ.
ചേച്ചി നിങ്ങളുടെ മോൻ വരുന്നു. അവന്റെ കൂടെ പോലീസും ഉണ്ട്. ഒരു സ്ത്രീയും വരുന്നുണ്ട്. എടുത്തോ, എല്ലാം എടുത്തോ. അവൻ എന്തിനാ പോലീസിനെ കൊണ്ട് വരുന്നേ? വേഗം താത്തിയിടുവാ, താത്തിയിട്. അമ്മേ ഇതാരാ വന്നിരിക്കുന്നേ നോക്കി. അയ്യോ, വാ മോനെ വാ. ഈ ചെറിയ പ്രായത്തില് ഞങ്ങൾക്കൊക്കെ വേണ്ടി ജയിലിൽ പോയല്ലോ മോനെ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാന്ന് വിചാരിച്ചോളാം ആന്റി. ഞാൻ വേഗം തിരിച്ചു വരും. നീ വേഗം വരും, പക്ഷെ എന്റെ അച്ഛൻ വരാൻ ഇനി 14 വർഷമാവും. അതാണ് എന്റെ അമ്മയുടെ വിഷമം. നീ ചുമ്മാതിരിക്കടാ. നീ വാ മോനെ വാ, വന്നിരിക്കെ. നിന്റെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? അച്ഛനെന്താ, അച്ഛൻ നന്നായിരിക്കുന്നു. ആന്റി എനിക്ക് സമയമായി. എന്റെ ആന്റി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, അടുത്തുള്ള അമ്പലത്തിലെ കുങ്കുമം എടുത്തോണ്ട് വരാം. അയ്യോ താമസിക്കൂ ആന്റി. നീ നിന്റെ ആന്റിയെ കുങ്കുമം തൊട്ടാ വളരെ നല്ലതാ. ഇപ്പൊ എടുത്തോണ്ട് വരാം. ഏയ് കഴിക്കാനൊന്നും തരില്ലേടാ. നീ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കഴിക്കൂ. മോരുണ്ടോ? ഉണ്ട്. എന്നാ താടാ. ഏയ്, ബോക്സ് ഓപ്പൺ ചെയ്താ ഉടൻ പൊട്ടണം, മനസ്സിലായോ? ഓപ്പൺ ചെയ്താൽ ഉടനെ ഒരു പീസ് ആയിക്കോളും. ബൈ ആന്റി. ബൈ മഹാ. 6 മാസം കഴിഞ്ഞു വരുമ്പോ കാണാം. ഹാപ്പി ബർത്ത്ഡേ താരാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആർക്കാ ആദ്യം? ഇവനല്ലേ ദൂരെന്ന് വന്നത്? സോറി. അവന് കൊടുക്കേ. Many many happy returns of the day. Thank you. It's okay. എല്ലാവരും പോയി കഴിക്കേ, ചെല്ലേ. ഹലോ മാധവ. ഹലോ, ഞാനാ മഹായാടാ. എന്താടാ? ഏയ്, എന്താടി ചെയ്യുന്നേ? ഞാനല്ല, അച്ഛനാണ്. എവിടെ? ബാൽക്കണിയിൽ. ഇതെന്ത് കഷ്ടം. പോയി ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്ക്. ആദ്യം മാധവന്റെ ഗിഫ്റ്റ് തുറക്കാം. ആ ഓക്കെ, പോയി തുറന്നു നോക്ക്. ഹലോ, എന്താ ചുരുട്ടാണോ? അമ്മ ഇപ്പഴാടാ സത്യം പറഞ്ഞത്. ആ ഗിഫ്റ്റ് തുറക്കല്ലേടാ, അതില് ബോംബ് വെച്ചിട്ടുണ്ടടാ. ആന്റി, അത് പൊട്ടിക്കല്ലേ. ഇവിടെ വാ. ഏയ്, നിന്നെ പേടിച്ചല്ലടി, നിന്റെ ചേട്ടനെ പേടിച്ചാടി. ശരി, ചേട്ടനെ വിളിക്കട്ടെ. അനു, നോക്ക്, മാധവൻ കൊടുത്ത ഗിഫ്റ്റ് ആദ്യം നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അത് താഴെ ഇട്ടേക്കുവാ. ആന്റി എഴുന്നേക്ക് ആന്റി. ആന്റി എന്നെ ഒന്ന് നോക്ക് ആന്റി. ആന്റി എന്നെ വിട്ടേച്ച് പോയല്ലോ. ഞാൻ നോക്കൂ. എങ്ങനെ ഈ സമയത്ത് നമ്മൾ ആ പയ്യനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ശരി, എന്നാലും നമ്മുടെ ജോലി നമുക്ക് ചെയ്യാതെ പറ്റുമോ? ആന്റി കണ്ണു തുറക്കാന്റി. വെരി സോറി സാർ. ഇന്നലെ വളരെ സന്തോഷത്തോടെ പയ്യനെ കൂട്ടിക്കൊണ്ടുപോയി, അതിനിടെ ഇങ്ങനെയൊക്കെ ആയി സാർ. പയ്യനെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാനാ വന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിനുള്ളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഫോം എല്ലാം ഫിൽ ചെയ്യണം. കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് മാത്രമല്ല, അടുത്തത് ഞാൻ എല്ലാവരെയും കൊല്ലും. എന്നെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും കൊല്ലും. വേണ്ട, എനിക്ക് ദേഷ്യം വരും. എല്ലാവരും നോക്കി നിൽക്കുന്ന പിടിക്കവനെ. All the smile that ages could let you cross those stages. ഏയ്, ആരടാ ഈ രാത്രിയിൽ കല്ലെടുത്തെറിയുന്നത്? Oh Father, I lost my way. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല അച്ഛ, അറിയാണ്ട് ചെയ്തതാ. അയ്യോ, ഞാനെല്ലാം ഒന്ന് എന്നെ വിട്ടേക്ക്. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ. നീ എന്നെ തകർക്കും. നിന്നെ അച്ഛാ,
നീ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഇവിടെ വന്നല്ലോടാ. കണ്ടപ്പോ എന്റെ അച്ഛനെ പോലെ തോന്നി, അതുകൊണ്ടാ രക്ഷിച്ചത്. ഓ ആദവ, ഇനി മുതൽ ഞാനാണ് നിന്റെ അച്ഛൻ. ആദവനല്ല, മാധവൻ. അത് അവിടെ. ഇവിടെ നീ ആദവൻ. പേര് മാത്രമല്ല, ആള് തന്നെ മൊത്തം മാറണം.